ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ദൈവവചനത്തിന് ചുറ്റാകെ ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നതോർത്ത് സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകമാണ് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം ആയുസ്സും ആരോഗ്യമൊക്കെ കർത്താവ് തന്നാൽ അതിനുശേഷം വീണ്ടും ഏതെങ്കിലും ലേഖനങ്ങളോ സുവിശേഷങ്ങളോ കണ്ടിന്യൂസായി ചിന്തിക്കണമെന്ന് ഓർപ്പിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം പഠിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിരിക്കുന്ന കാര്യം. ദൈവവചനം പഠിച്ചാലേ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ ദൈവവചനമാണ് നമുക്ക് ജീവൻ തരുന്നത്. ഈ ദൈവവചനമാണ് നമ്മെ രക്ഷപ്പെടുത്തിയത്. രക്ഷിക്കപ്പെടുവാനിടയായത് ഈ ദൈവവചന നിമിത്തമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സ്തോത്രം. ഇതിൻ്റെ ശ്രദ്ധയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിപ്പാൻ പല കാര്യങ്ങൾ ശത്രുവായും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. മർമ്മം, മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന ഒരു വാക്യമാണിത്. എല്ലാവരുടെയും പുസ്തകത്തിൽ ആ അക്ഷരം വലുതായിട്ടല്ല എഴുതിയിരിക്കുന്നത്. എല്ലാവരുടെയും പുസ്തകത്തിൽ ആ അക്ഷരം വലുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതൊരു പ്രത്യേക സംഗതിയാണ്. മർമ്മം, മഹതിയാം ബാബിലോൺ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം സഭ അല്ലെങ്കിൽ നാമധേയ സഭയെക്കുറിച്ചുള്ളതും 18-ാം അധ്യായം അക്ഷരീയമായ ബാബിലോണെ കുറിച്ചുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാമധേയ സംഘടനകളുടെ ആ കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ മ്ലേച്ഛതകൾ നിമിത്തമാണ് ദൈവവചനത്തിൽ നിന്ന് വിട്ടിട്ടുള്ള, ദൈവവചനം കൂടാതെയുള്ള അനേക മ്ലേച്ഛതകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതൊരു മർമ്മമാണ്. മർമ്മം, മഹതിയാം ബാബിലോൺ. സ്തോത്രം. പച്ചയായി എനിക്ക് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. നാമധേയ സംഘത്തിൻ്റെതായ കാര്യങ്ങൾ പഴയ കാലത്ത് ക്രിസ്തീയ സമൂഹത്തിൽ പോലും വേദപുസ്തകം വായിപ്പാൻ വിശ്വാസികൾക്ക് അവകാശമില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ റോമാസഭ ആരംഭിക്കുമ്പോൾ അവിടുത്തെ ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും മാത്രമേ ഇത് വായിക്കാൻ അനുവാദമുള്ളൂ. ആരുടെയും വീടുകളിൽ ബൈബിളില്ല. ആർക്കും ഇത് ചെയ്യുവാൻ കഴിയത്തില്ല. ഇത് പരിഭാഷപ്പെടുത്താൻ കഴിയത്തില്ല. പരിഭാഷപ്പെടുത്തിയവരെയൊക്കെ ചുട്ടുകൊല്ലുകയായിരുന്നു അന്നത്തെ ആരാണ്? അന്നത്തെ ക്രിസ്തീയ സമൂഹം. അന്നത്തെ ക്രിസ്തീയ സമൂഹം ഇതിൻ്റെ പഠിപ്പായി ഇപ്പം പല തർജ്ജിമയുണ്ട് വേദപുസ്തകത്തില്. പിന്നീടാണ് ഈ തർജ്ജിമകളെല്ലാം ഉണ്ടായത്. ഈ തർജ്ജിമകൾ ഉണ്ടാകുമ്പോൾ തർജ്ജിമ ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പൊ ഓരോരോ നാട്ടിലെ ഭാഷ ആണ്, അതിൽ നിന്ന് ഉള്ള അറിവിൽ നിന്നാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ പുരോഹിതന്മാർ എന്ത് പറയുന്നു അത് മാത്രം വിശ്വസിക്കാനേ വിശ്വാസിക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ അവർക്കത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാനുള്ള കാര്യം കഴിയത്തില്ല. കാരണം അവർക്ക് തർജ്ജിമ ചെയ്ത് കിട്ടത്തില്ല, അവരുടെ വീടുകളിലില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന ദൈവത്തിന്റെ ആ വലിയ രക്ഷയെ കുറിച്ചുള്ള കാര്യം സുലഭമായി ഇപ്പൊ നമുക്ക് പുസ്തകങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുക. സുലഭമായി അനേക ഭാഷകളിൽ നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കുക. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകർക്ക് യേശുവിനെ അറിയുവാൻ അതുകൊണ്ട് ഇടയാകും. സ്തോത്രം. അതുകൊണ്ട് അന്നത്തെ ആളുകള് പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ കാര്യങ്ങളുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെടുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ ഇറക്കി നിമജ്ജന സ്നാനം ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളത്തിൽ ഇറക്കി
യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പായി പറഞ്ഞ ഗ്രേറ്റ് കമാൻഡ്മെന്റ്, ഏറ്റവും പ്രധാന കൽപ്പനയായി പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ പറഞ്ഞു, സകലരെയും ശിഷ്യരാക്കാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ചിലര് ചിന്തിക്കും ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെയാണ്, നമ്മളല്ലെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് സ്നാനമേൽക്കേണ്ട കാര്യമില്ല, പൗലോസിന് സ്നാനമേൽക്കേണ്ട കാര്യമില്ല. കാരണം അവരൊക്കെ യഹൂദന്മാരാണ്, പക്ഷെ ദൈവത്തിന്റെ ഒരു നീതിയായിരുന്നു അങ്ങനെയുള്ളത്. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാല് കുറെ കഴിഞ്ഞപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നി. അവരുടെ ഡ്രസ്സ് നനയും, കാര്യങ്ങൾ നോക്കും, സുന്നഹദോഷം കൂടി കാര്യങ്ങൾ തീരുമാനിച്ചു. അപ്പോ തീരുമാനിച്ചിട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങി സ്നാനപ്പെടണ്ട, അത് മാമോദിസായായിട്ട് തടിച്ചാൽ മതിയെന്നുള്ള മാമോദിസ മൂലമുള്ള വീണ്ടും ജനനമായിട്ട് പഠിപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണമേ, മാമോദിസ മൂലം ഉള്ള വീണ്ടും ജനനം. അതുകൊണ്ടാണ് നമുക്കറിയാം പ്രാർത്ഥനകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഈ മാമോദിസ ഒക്കെ പറയുന്ന കാര്യമുണ്ട്. മാമോദിസയാൽ ഒരുവന് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മാമോദിസ കൊണ്ട് വീണ്ടും ജനിക്കുമോ? ആ പഠിപ്പീർ എന്ന് പറയുന്നത് ദൈവവചനത്താലുള്ള പഠിപ്പീരല്ല. ഈ ഒരു സത്യം നമ്മൾ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ദൈവവചന അടിസ്ഥാനത്തിൽ ഒരുവൻ സ്നാനപ്പെടണമെങ്കിൽ അവൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കണം, പാപവഴികളോട് വിട പറയണം, അവനൊരു ദൈവവേദനായി തീരണം. എന്നിട്ട് യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി എന്ന് അവൻ വിശ്വസിക്കണം. അത് മാത്രമല്ല, യേശു ഇനി രണ്ടാമത് എന്നെ ചേർക്കാൻ വരുമെന്നുള്ള കാര്യവും വിശ്വസിക്കണം. അതാണ് മാമോദിസ അഥവാ സ്നാനത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് സഭ വർദ്ധിച്ച്, സംഘടന വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ മേളിലുള്ള ആളുകൾ, അവര് സുന്നഹദോസും കമ്മിറ്റിയും ഒക്കെ കൂടി അവര് തീരുമാനിച്ച തീരുമാനമാണ്, അത് വേണ്ട, ജനിക്കുന്ന പിള്ളേരെ എല്ലാം അങ്ങ് നേരത്തെ അങ്ങ് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാല് അവര് തന്നെ അങ്ങ് ആയിക്കോളും എന്ന് ചിന്തിച്ച് മാമോദിസായാൽ വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. മാമോദിസായാൽ എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? മാമോദിസായാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്രിസ്ത്യാനികളായ ആളുകൾ മദ്യപിക്കാനോ ഇതിനൊന്നും പാടില്ല, കാരണം അവർ വീണ്ടും ജനിച്ചവരല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളാണ്. അപ്പൊ മാമോദിസായാൽ വീണ്ടും ജനിച്ച ആളുകള് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാമോദിസായാൽ ആരും എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ജനിക്കുന്നില്ല. എന്നാൽ ഈ മർമ്മം മഗ്ദിയാം ബാബിലോൺ എന്ന് പറയുമ്പോൾ ഈ സംഘടനയുടെ നേതാക്കന്മാര് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മാമോദിസായാൽ എന്ത് ചെയ്യാം, വീണ്ടും ജനിക്കാം. അത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഈ മർമ്മം മഗ്ദിയാം ബാബിലോണ്. നിങ്ങളത് എന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മർമ്മം മഗ്ദിയാം ബാബിലോണ് അവരാണ് പറയുന്നത് മാമോദിസായാൽ വീണ്ടും ജനനമുണ്ട്, മാമോദിസ ഏറ്റ എല്ലാവരും സ്വർഗത്തിൽ പോകും, മാമോദിസ ഏറ്റ എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് തൈലാഭിഷേകം കൂടെ ലഭിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞു, അവൻ അതേപടി സ്വർഗത്തിലേക്ക് പോകുമെന്ന് അങ്ങ് പഠിപ്പിച്ചു. ഇതിന്റെ ഉത്തരവാദി ദൈവമായ കർത്താവ് തന്നെയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നില്ല, കാരണം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പഠിപ്പിച്ചത് ഏത് മർമ്മമാണ്? മർമ്മം മഗ്ദിയാം ബാബിലോൺ എന്ന് വെച്ചാൽ ആ ഉപദേശം പഠിപ്പിക്കുന്ന അവരാണത് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആരെങ്കിലും ചോദിച്ചാൽ പറയണം. അടുത്ത പഠിപ്പീര് മർമ്മം മഗ്ദിയാം ബാബിലോണിന്റെ അടുത്ത പഠിപ്പീര് എന്താന്ന് ചോദിച്ചാൽ അപ്പവീഞ്ഞുകൾ, കർത്തൃമേശയ്ക്കുണ്ടാക്കുന്ന അപ്പവീഞ്ഞുകൾ യേശുവിന്റെ ശരീരമാകുന്നു എന്ന
മർമ്മം. ശരീരമാകും എന്നുള്ള ആ പടിപ്പീടികൾ, സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞത് എന്താ? ഇതെന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സ്തോത്രം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനാ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നുറുക്കുവാൻ കൂടി വരുമ്പോൾ. അപ്പൊ നിങ്ങള് പൗലോസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നിങ്ങള് സ്തോത്രം ഒരുത്തം വിശന്ന് ദാഹിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, കർത്താവിനെ, പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇത് ഒരു മെമ്മോറിയൽ സെറമണിയാണ്. ഓർമ്മ എന്ന് വെച്ചാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ള കാര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ആർക്കും അതിനകത്ത് വിഷമം തോന്നേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയാൽ ഈ അങ്ങനെ ചെയ്യുന്ന അപ്പവും വീഞ്ഞും ഇതിനു ശേഷം വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനു ശേഷം ലാബിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കണം, ഇതിന് വല്ല മാറ്റവും വന്നോ. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. അത് സാധാ അപ്പം തന്നെയാണ്, അല്ലെങ്കിൽ സാധാ വീഞ്ഞ് തന്നെയാണ്. അതിനൊരിക്കലും മാറ്റം വരത്തില്ല. അതൊരിക്കലും യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നില്ല. യേശുവിന്റെ ശരീരവും രക്തമായിട്ട് മാറാൻ കഴിയത്തില്ല. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ പരിശോധിക്കട്ടെ. അപ്പോ അത് ആ പഠിപ്പീരും എന്താണ്? മർമ്മം, മഹദിയ, ബാബിലോൺ. അവിടുത്തെ പഠിപ്പീരാണ് ഇത് യേശുവിന്റെ രക്തവും ശരീരവുമായിട്ട് രൂപാന്തരപ്പെടുമെന്ന് പഠിപ്പിക്കുന്നത്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത് രൂപാന്തരപ്പെടുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് അന്ത്യകൂദാശ കൊടുക്കുമ്പോൾ കുർബാന കൊടുക്കുന്നതിന്റെ കാര്യം അതാ. അപ്പൊ എന്ന് വെച്ചാൽ അവൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ച് യേശുവിന്റെ ഇതിന്റെ തിരുശരീരം അവൻ ഭക്ഷിക്കുന്നത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആള്, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് അങ്ങനെ പഠിപ്പിക്കുക. ഒരിക്കലും ഇത് അപ്പവീഞ്ഞുകളായിട്ട് മാറുന്നില്ല. നമ്മുടെ സ്നേഹിതന്മാര് ഇതുണ്ടാക്കുന്നവരുണ്ട്, അവരോട് ഒന്ന് ചോദിക്കണം, അവരിതുണ്ടാക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ആണ് പലയിടത്തും കിട്ടുന്നത്. റെഡിമെയ്ഡായിട്ട് കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. എല്ലാ പള്ളികളിലും ഒക്കെ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്, ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും അത് മാറത്തില്ല. പക്ഷെ ജനത്തെ പറഞ്ഞ് എന്ത് ചെയ്യുക, ഇത് മാറി യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറി അവര് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് രക്തവും ശരീരമായിട്ട് പങ്കുചേരുമ്പോൾ, സ്തോത്രം, അപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇതിലേക്ക് വരിക എന്നുള്ളൊരു അനുഭൂതി ആർക്കുണ്ടാക്കും? ജനത്തിനുണ്ടാകും. അപ്പോ അതിൻ്റെതായ താളമേളങ്ങൾ എല്ലാം ഉണ്ടാകും. ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും. പ്രത്യേക ധൂപങ്ങൾ പൊഴിക്കപ്പെടും. അപ്പൊ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ജനം എന്ത് ചെയ്യും? മയങ്ങും. അതും ആ ഉപദേശം എന്ന് പറയുന്നത് മർമ്മം, മഹദിയാം, ബാബിലോണുകളുടേതായ ഉപദേശമാണ്. ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധിക്കണമേ. അത് മർമ്മം, മഹദിയാം, ബാബിലോണിന്റെ ഇതായ ഉപദേശമാണ്. അടുത്തത്, സ്തോത്രം, ഇത് പറയാതെ പോയി നമ്മൾ വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോൾ ഇത് പറയാതെ പോകാൻ പറ്റുമോ? മെഴുകുതിരിയുടെ മർമ്മം, അതും ഒരു മർമ്മമാണ്. ഇപ്പൊ പഴയ കാലത്ത് മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെക്കും. ഇപ്പോഴാകുമ്പോ മെഴുകുതിരി പോലെ വെച്ചിട്ട് മെഴുകുതിരിയുടെ തലയിൽ ഒരു ബൾബാണ് വെക്കുന്നത്. പിന്നെ അല്ലാത്തതിന് മെഴുകുതിരിയും വെക്കുന്നുണ്ട്. സ്തോത്രം. മെഴുകുതിരി കത്തിയത് കൊണ്ട്
എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ആത്മാവിന് ഒരു പ്രയോജനം ഉണ്ടാകുമോ? മെഴുകുതിരി കത്തിയത് കൊണ്ട് ആത്മാവിന് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ജനത്തിനെ ഭക്തിയിലേക്ക് നടത്താൻ വേണ്ടി മർമ്മം മഹദിയാം ബാബിലോണിന്റെ പരിപാടിയാണ് ഈ മെഴുകുതിരിയുടെ മർമ്മം. ഞാൻ ഇത്രയും പച്ചയായിട്ട് പറഞ്ഞു പോയില്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കണ്ടേ. ഈ മെഴുകുതിരി കത്തിച്ചാൽ ഇതാരാ പറഞ്ഞ്, ആരാ പഠിപ്പിച്ച്, എവിടുന്നാ ഉണ്ടായത്? യേശു കർത്താവോ തന്റെ ശിഷ്യന്മാർ ആരെങ്കിലും ചെയ്ത കാര്യമാണോ ഇത്? അവരാരെങ്കിലും വെളിച്ചം നല്ലതാണ്, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം നല്ലതാണ്. നിങ്ങൾ വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേൽ വെക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അതെന്തിനാണ്? അനേകർക്ക് വേണ്ടി പ്രകാശിക്കാൻ, അനേകർക്ക് വേണ്ടി പ്രകാശിക്കാനാണ് അത് കത്തിച്ച് വെക്കാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല. അനേകർക്ക് വേണ്ടി നമ്മൾ പ്രകാശിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ചിലപ്പോ സങ്കടം തോന്നുന്ന കാര്യങ്ങളുണ്ട്. ക്രിസ്തീയ കുടുംബങ്ങളിലും ഒന്നാന്തരം ഇപ്പൊ പല സൈസ് ബൾബുണ്ട്. പണ്ട് മെർക്കുറി ലാമ്പായിരുന്നു, ഇപ്പൊ അതിലും വലുതൊക്കെ ലാമ്പുകളാണ് വെളിച്ചമുള്ളത്. എന്നാലും സന്ധ്യയാകുമ്പോ അവിടെ ഒരു നിലവിളക്ക് പോലൊരു വിളക്ക് കത്തിച്ചിങ്ങനെ വെക്കുമ്പോ കാണുമ്പോ അതും ഒരു മർമ്മം മഹദിയാം ബാബിലോണ്. ഈ ആചാരങ്ങളെല്ലാം വന്നത് മനുഷ്യനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് തെറ്റിക്കുന്ന ആചാരം. അപ്പൊ ഞാനിത് പറയുമ്പോഴായിരിക്കും ഞാൻ വിദ്വേഷം. ഇതാ അതിന്റെ മർമ്മം, ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന മർമ്മം. ഇതെല്ലാം വന്നത് ഈ ഒരു മർമ്മം മഹദിയാം ബാബിലോൺ, ഈ പൈശാചിക ശക്തിയുടെ വ്യാപാരത്താൽ ഉണ്ടായ കാര്യമാണിത്. കർത്താവ് അധികം സഹിക്കത്തില്ല, കർത്താവിന് സഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് സഹിക്കാൻ കഴിയത്തില്ല. പിന്നെ നമ്മൾ ചിന്തിക്കും, സ്തോത്രം, അപ്പൊ അങ്ങനെ ചെയ്യുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടല്ലോ, നമ്മുടെ മിക്ക പേര് കടവും ഞെരുക്കവും പ്രയാസവും ഒക്കെ ഉള്ളവരാണല്ലോ എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ചിന്ത വന്നേക്കാം. അവരൊക്കെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും എന്ത് ചെയ്യുന്നവനാ? മഞ്ഞും മഴയും ഒക്കെ അയക്കുന്നവനാ അവന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ അദാനിയാന്ന് എനിക്ക് തോന്നുന്നത്. അദാനി, അംബാനി, ടാറ്റായും ഇവരാരും ക്രിസ്ത്യാനികളല്ല. പക്ഷെ അവർക്ക് എന്തോരമുണ്ട്? ഇഷ്ടംപോലെ മുതലുണ്ട്, ഇഷ്ടംപോലെ മുതലുണ്ട്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുക. അതല്ല അവരുടെ നിത്യതയുടെ കാര്യം. ഇനി അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും അവർ വലിയ പണക്കാർ, ഇതുകൊണ്ട് ഉപജീവിക്കുന്ന ആരാ? അനേകം മനുഷ്യർ ഇതുകൊണ്ട് ഉപജീവിക്കുക. അതാ ദൈവത്തിന്റെ പരിപാടിയുടെ പദ്ധതി. നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അനേകന്റെ ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ ഇപ്പൊ ഈ പണിയൊക്കെ നടക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ചില ആളുകൾ ഉപജീവനം കഴിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പൊ ധാരാളം പണിക്കാരെ ലഭിക്കും, ധാരാളം പണിക്കാരെ. ഇപ്പൊ പണി തീരുന്നതിന് മുമ്പ് അടിമുതൽ തേച്ചു കൊടുക്കും. ധാരാളം പണിക്കാരെ ലഭിക്കും. എന്താണെന്നറിയാം, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഉപജീവനം കഴിക്കുക എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും. അതിനകത്ത് ക്രിസ്ത്യാനിയെന്നോ ബുദ്ധനെന്നോ പാഴ്സിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഒന്നുമില്ല. സകല ജഡത്തിനും അവൻ എന്ത് ചെയ്യും? ആഹാരം കൊടുക്കും. സകല ജഡത്തിനും ആഹാരം കൊടുക്കും. ഹല്ലേലൂയ. ഇന്നലെ മരിച്ചുപോയ അപ്പച്ചന്റെ ആ ശവടക്കില് അവരുടെ മോള് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അപ്പച്ചന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. അവസാനം പുള്ളിക്ക് മനസ്സിലായി, എനിക്ക് ഈ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സമാകുമെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇച്ചിരി തട്ടപ്പും വെട്ടിപ്പും തൂക്കത്തിൽ ഈ ഒട്ടുപാലും ഷീറ്റും അടയ്ക്കായും ജാതിക്കായും ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ത്രാസൊക്കെ ഇച്ചിരി ത്രാസൊക്കെ മറിക്കണം.
അദ്ദേഹം ആ ജോലി അങ്ങ് നിർത്തി, ബിസിനസ് നിർത്തി, നല്ല പൂവന്തൂപൊക്കെ കാത്തിച്ച് പറമ്പിലോട്ട് ഇറങ്ങി കൃഷി തുടങ്ങി, പണിതു, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കി, അധ്വാനിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഈ കർത്താവിനെ പിൻപറ്റുകയാൽ അവർക്ക് അനുഗ്രഹം, അവർക്ക് ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. ഇടുക്കുവാതിൽ കൂടി എന്ത് ചെയ്യണം? അകത്ത് കിടപ്പാൻ നോക്കുവി. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ചിന്ത വരരുത്. സ്തോത്രം, നമ്മള് കർത്താവിനെ പിൻപറ്റിയാൽ എല്ലാവരും പണക്കാരാകുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകരുത്. സ്തോത്രം. അപ്പൊ മെഴുകുതിരിയുടെ മർമ്മം, ഇതൊക്കെ ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ. അത് കഴിഞ്ഞൊരു മർമ്മമുണ്ട്, പഠിപ്പീര്. നമുക്കും തോന്നുന്നു ശരിയാണ്. ബസ്പുർഖാന അഥവാ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു മർമ്മം കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ശുദ്ധീകരണ സ്ഥലം, അതിന്റെ ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, ദൈവം അത്ര കഠിനനൊന്നും അല്ല. ശരിയാ, ദൈവം ദയവുള്ള ദൈവമാണ്. അപ്പൊ ഈ ആളുകളെല്ലാം കർത്താവിനെ അംഗീകരിക്കാതെ ആളുകള് നരകത്തിൽ പോയാലും നരകത്തിൽ പോകുന്നതിന് മുമ്പ് അവരെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ ഒരു ശുദ്ധീകരണ സ്ഥലത്ത് ചെറിയ ശോധനയൊക്കെ നടത്തി, ഒരു ശുദ്ധീകരണം നടത്തിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് കയറ്റി വിടുമെന്നാണ് ഈ അതാ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെതായ കാര്യം. ആ പഠിപ്പീര് എവിടുന്ന് വന്നതാണ്? മർമ്മം മഹദിയ ബാബിലോൺ. സ്തോത്രം, അവിടുന്ന് വന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പരിപാടി ഇല്ല പ്രിയമുള്ളവരെ. അവിടെ കർത്താവ് പറഞ്ഞ അവരുടെ തീ കെടുന്നില്ല, പുഴു എന്ത് ചെയ്യുന്നില്ല? ചാകുന്നില്ല. നരകത്തിൽ ചാകാത്ത പുഴു, കെടാത്ത തീയ്. ഭയങ്കര പറച്ചില കേട്ടോ. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, വീണ്ടും മനസ്സിലേക്ക് വന്നോണ്ട. അച്യുതാനന്ദ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞ, ഇനി പേരെടുത്ത് പറയുന്നില്ല, കേൾക്കുന്നുണ്ട്. ചാകാത്ത പുഴു, കെടാത്ത തീയ്. അതുപോലെ അനീതി ചെയ്തിട്ടുണ്ട്, അതുപോലെ സമ്പാദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കി മുതലുണ്ടാക്കിയെന്ന ആളുകള് എല്ലാം അങ്ങോട്ടേ പോകത്തുള്ളൂ. അവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും ഒരു കാര്യവുമില്ല. ഇവിടുത്തെ ഷാപ്പ് കോൺട്രാക്ടർമാര് ചേരാവുന്ന മായം എല്ലാം ആ കല്ലിനകത്തും അതിനൊക്കെ ചേർത്ത് വിറ്റ് കാശുണ്ടാക്കിയിട്ട് അദ്ദേഹം പഠിക്കാൻ നേരത്ത് എല്ലാവരും കൂടെ കൂടി റോമയിലെ പോപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന, അതിനേക്കാൾ അതാണല്ലോ വലിയ പുള്ളി. അവ കൊണ്ടുവന്ന എത്ര കർമ്മം നടത്തിയാലും ഈ പുള്ളി ചാകാത്ത പുഴുവിന്റെ ഇടയിൽ കെടാത്ത തീയിലേക്ക് പോകുന്നു. കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആ ഒരു മർമ്മം, അതെല്ലാം എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, മർമ്മം മഹദിയാം ബാബിലോൺ. സ്തോത്രം, ഹല്ലേലൂയ. വേറൊരു മർമ്മം, ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇരിക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലാകില്ല, അവരുടെ ഭാഷയിലല്ല, മന്ത്രോച്ചാരണം പോലെ പറയുക. അപ്പൊ അത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് മനുഷ്യർക്ക് തോന്നുക. ഹല്ലേലൂയ. അത്യാവശ്യം എനിക്ക് കുറെ ഭാഷകളൊക്കെ അറിയാം. ഇപ്പൊ മലയാളം മാത്രം അറിയാവുന്നവരെടുക്കാൻ ഞാൻ ആ ഭാഷ അങ്ങോട്ട് നീട്ടി കുറുക്കി നീട്ടിയൊക്കെ പറയുമ്പോൾ ഇതെന്തോ സംഭവമാണെന്ന് മനുഷ്യന് തോന്നും. ദൈവവുമായിട്ട് സംസാരിക്കുകയാണെന്ന് മനുഷ്യന് തോന്നും. അത് ഒരു മർമ്മമാണ്. മലയാളം ഭാഷയിലെന്ന് പറഞ്ഞാൽ പോലെ മലയാളിക്ക് മനസ്സിലാകാൻ. ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് ഇംഗ്ലീഷിലെന്ന് പറഞ്ഞാൽ പോലെ. സുറിയാനി അറിയാത്തവർക്ക് സുറിയാനിയിലും, ഗ്രീക്ക് അറിയാത്തവർക്ക് ആ ഗ്രീക്ക് ഭാഷയിലും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അറിയാവുന്ന ഭാഷയില്. ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ വലിയ കൺവെൻഷൻ നടക്കുമ്പോ സ്റ്റേജിൽ കിടന്ന് ഒത്തിരി അന്യഭാഷ പറയുന്ന ആളുകൾ, അന്യഭാഷക്കെതിരല്ല ഞാൻ പറയുന്നത്, അവര് പരിജ്ഞാനത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് അടിയിൽ എഴുതി കമന്റ് വരിക, ഇത് പറഞ്ഞ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കും. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഇന്നും വന്നായിരുന്നു കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിന്റെ അടിയിൽ സ്റ്റേജിൽ നിന്ന് ശക്തമായ അന്യഭാഷ ദൈവാത്മാവ് ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും. എന്നാൽ സ്തോത്രം, അല്ലാതെ ഇതെന്ന ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്തോത്രം, ആളുകൾ അടിയിൽ എഴുതി ചോദിക്കുക. അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. തിരുവചനം എന്നാ പറയുന്നത്? അന്വേഷണത്തിന് വ്യാഖ്യാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം.
അതുകൊണ്ട് ഈ ലേബലിലുള്ള ആളുകളെ എല്ലാം എന്ത് ചെയ്യുകയാണ്? ആളുകൾ അപമാനിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലാകാത്ത അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്, പുസ്തകത്തിൽ ഇതുണ്ട്. പക്ഷേ ഈ മർമ്മം മഹതിയാം ബാബിലോൺ, ആ മർമ്മത്തിന്റെ വ്യാപാരമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ആ ഒരു മർമ്മം എന്നിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ മനുഷ്യനെ മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, തള്ളിവിടുന്നതായ ആ അനുഭവം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് മർമ്മം മഹതിയാം ബാബിലോണിന്റെ പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, സ്തോത്രം. അടുത്ത ഒരു മർമ്മം മഹതിയാം ബാബിലോൺ, കൂദാശയാൽ രക്ഷ പ്രാപിക്കൂ എന്നുള്ള മർമ്മം, അതും രക്ഷ പ്രാപിക്കത്തില്ല കേട്ടോ. അത് എവിടേക്ക് വന്നാണെന്നറിയാമോ? ഇത്രയും കാര്യം പറയാതെ ഈ മർമ്മം മഹതിയാം ബാബിലോൺ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ മർമ്മമാണ് ഞാൻ പറയുന്നത്. എന്തിനാ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു മനുഷ്യൻ കൂദാശയാൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇതിനകത്ത് ആരും പെണം കണ്ട് ഇത് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? ദുർമാർഗിയായി അല്ലെങ്കിൽ മോശമായി ജീവിച്ച് എല്ലാം ഒരു നന്മയും ചെയ്യാതെ പോകുന്ന ഒരു മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വായു വലിക്കുമ്പോ അവന്റെ കയ്യിൽ ഏതെങ്കിലും ഒരു കർമ്മം നടത്തി, ഇവൻ കൈകൊണ്ട് ചെയ്ത് പാപം ക്ഷമിക്കണമേ, ഇവൻ കണ്ണുകൊണ്ട് ചെയ്ത് പാപം ക്ഷമിക്കണമേ, ചെവി കൊണ്ട് ചെയ്ത് പാപം ക്ഷമിക്കണമേ എന്നെല്ലാം പറഞ്ഞ് വേറൊരാള് ചില കാര്യങ്ങൾ നടത്തി അതിൽ ഇങ്ങനെ മുദ്ര കുത്തിയാൽ ഒന്നും പാപം പോകത്തില്ല. അപ്പോ ഇതൊരു മർമ്മമാണ്. സ്തോത്രം. പാപം പോകത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ അത് എവിടുന്നുണ്ടായതാണ്. അപ്പൊ പിന്നെ എന്നാ കുഴപ്പം? അപ്പൻ എന്ത് ബിസിനസ് നടത്താം, കള്ളക്കച്ചവടം നടത്താം, അതിന് പിടിച്ചു വിളിക്കാം. അവസാനം അപ്പം മരിക്കാറാകുമ്പോ പിള്ളേരെല്ലാം കൂടി ഇത്രയും കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൻ നേരെ സ്വർഗത്തിലേക്ക് റോക്കറ്റ് പോലെ പോകുമെന്നാണ്. പിന്നെ ഏതപ്പനും എങ്ങനെയും ജീവിക്കരുതോ? ഏത് മനുഷ്യനും എങ്ങനെ ജീവിക്കരുതോ? മക്കളും സഹോദരങ്ങളും എല്ലാം കൂടെ കൂടി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗത്തിൽ പോകുമെങ്കിൽ അതുപോലെ. അപ്പൊ ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാം? ജീവിക്കാം. ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ വചനം അനുസരിക്കണം. കർത്താവായ യേശുക്രിസ്തു ധനവാന്റെയും ദാസന്റെയും കാര്യം ഉപമയായി പറയുമ്പോൾ, സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ലാസർ മരിച്ചു, പക്ഷെ അവനെ ഒന്നും അടക്കിയില്ല. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ധനവാന്റെ അടക്കം എന്തൊരു ഭയങ്കരം! ഏതെങ്കിലും ധനവാന്മാര് മരിച്ചു കഴിഞ്ഞാൽ, വലിയ ധനവാനാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ആള് മുതൽ താഴ്ന്നോട്ട് വരും. ഏറ്റവും മുകളിലുള്ള ആളുകൾ താഴ്ന്നോട്ട് വരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലുള്ള ആള് ആ സമയത്ത് അതിന് മുമ്പ് വന്നെങ്കിൽ അവര് ഇച്ചിരി വെയിറ്റ് ചെയ്യും. കാരണം ബോഡി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് അവർ വരത്തുള്ളൂ. സ്ത്രീയോടൊരു ശ്രദ്ധിക്കണമേ, സ്തോത്രം. ആര് വന്നെന്ന് പറഞ്ഞാലും, സ്തോത്രം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പൊ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പോയത് എങ്ങോട്ടാ? യാതനാസ്ഥലത്തേക്ക്. പോയത് യാതനാസ്ഥലത്തേക്കാ. അടക്കം ഗംഭീരമായിരുന്നു. അതിനുശേഷം അവന് വേണ്ടി പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് കർമ്മം ചെയ്യാം, പല കർമ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാം. ഏത് കാര്യവും നമുക്ക് ഉണ്ടാക്കാം. ഒരു കാര്യത്തിന് വേണ്ടി ഏത് കാര്യവും ഉണ്ടാക്കാം. ഇഷ്ടംപോലെ കാശും പരിപാടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കെങ്കേമമാക്കാം. പക്ഷേ എന്ത് പരിപാടി യേശു കർത്താവ് പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും കാര്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഹല്ലേലൂയ, എന്ത് ചെയ്താലും അവനിപ്പോ എവിടാ? യാതനാസ്ഥലത്താണ്. അപ്പോഴാണ് പറയുന്നത്, ആ ലാസറിന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവ് ഒന്ന് നനയ്ക്കണം. പല കാര്യങ്ങളും അവിടെ പറയുന്നത്. ഞങ്ങൾക്കും നിങ്ങൾക്കും നടത്തിയ ഒരു പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല.
പറ്റത്തില്ല. അവിടെ ദൂരത്തിൽ ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ഈ മർമ്മം എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ അബ്രഹാമിന്റെ പടി അഥവാ പരദീസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും, ഇല്ലെങ്കിൽ യാതനാ സ്ഥലത്തേക്ക് പോകും. ശുദ്ധീകരണ സ്ഥലത്തേക്കല്ല പോകുന്നത്, യാതനാ സ്ഥലത്തേക്ക് പോകും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു പഠിപ്പീരുമില്ല കേട്ടോ. ഹല്ലേലൂയ. അതിനിപ്പോ ആരെതിർത്തത്? എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ കൊല്ലപ്പെടാനിടയായതും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടയായതെന്ന? അവര് സുവിശേഷത്തിന്റെ സത്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രസംഗിച്ചു. കർമ്മത്താലോ കർമ്മമാർഗങ്ങളാലോ ന്യായപ്രമാണത്തിന്റെ കർമ്മങ്ങളാലോ രക്ഷ പ്രാപിക്കുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ആരെങ്കിലും നീതിയിൽ കൂടുവാൻ ആഗ്രഹിച്ചാൽ അവൻ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, ക്രിസ്തുവിനോട് അവൻ അകന്നുപോയി. എന്ന് വെച്ചാൽ ഈ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് ഒരുവൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവൻ ക്രിസ്തുവിനോട് എന്ത് ചെയ്തു? അകന്നുപോയി, ക്രിസ്തുവിനോട് അകന്നുപോയി. സ്തോത്രം. അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം എവിടുന്നാ പോയേക്കുന്നത്? ക്രിസ്തുവിനോട് അകന്നു പോയിരിക്കുക. ഇനി ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെങ്കിലും മരിക്കുമ്പോ കരിക്ക് വെട്ടിക്കൊണ്ട് വരുന്ന മർമ്മം. ഇപ്പം എവിടെയെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചിലടത്ത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ചെയ്തോ, പക്ഷെ ഇത് എവിടുന്ന് വന്നു? മിക്കയിടത്തും എവിടെയെങ്കിലും മരിച്ചാൽ തെന്നെ കയറാൻ ആളെ അന്വേഷിക്കുക കരിക്ക് വെട്ടാൻ വേണ്ടി. എന്നിട്ട് കരിക്ക് മണ്ടയ്ക്ക് ചെത്തി ഈ കടയിലൊക്കെ ഇരിക്കുന്ന പോലെ ചെത്തി വെച്ചേ. ഇത് എവിടുന്ന് വന്ന മർമ്മമാണ്? ഏത് അപ്പോസ്തലനാണ് ഇത് പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞു. അതും മർമ്മം മഹദിയാം ബാബിലോൺ, അതിന്റെ ഉപദേശമാണ്. ഇങ്ങനെ പല കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത മർമ്മം മഹദിയാം ബാബിലോൺ. മരിച്ചു കഴിയുമ്പോ അതിൽ വെള്ള വിരിച്ചിടണമെന്ന്, ആ കട്ടിലയിൽ വെള്ള വിരിച്ചിട്ടാൽ ആത്മാവിവിടെ എന്തെങ്കിലും ആവസിക്കുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. 40-ാം ദിവസം പുരോഹിതൻ വന്ന് അവിടെ കാര്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്, ആ പുരോഹിതന്റെ ആ കൊടപ്പുറത്ത് കയറി അങ്ങ് പോകുന്നു, എങ്ങും പോകത്തില്ല. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കട്ടെ, എന്നിട്ട് ക്ലിയർ ആക്കി തരണം. 40 ദിവസം. ഈ 40 ദിവസം ഇവിടുന്ന് വന്നതാ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ഈ ശിഷ്യന്മാരെ ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം അതോടെ അവസാനിച്ചു. പത്രോസും തോമാസും യോഹന്നാനും എല്ലാം വലകും പടയും എടുത്തെന്ത് ചെയ്തു? പോയി. നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് അവരെ തേടി അവിടെ ചെല്ലാൻ ഇടയായി. അതിരാവിലെ സമയം കടപ്പുറത്ത് ചെന്ന് നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ നല്ലതുകൊണ്ടോ? ഹല്ലേലൂയ. കൂട്ടുവാൻ നല്ലതുകൊണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നാഥ, ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. കനലിന്മേൽ ചുട്ട അപ്പം മീന് അവിടെ വെച്ചു. സ്തോത്രം. കർത്താവിന്റെ സ്നേഹം. കർത്താവ് ആ 40 ദിവസം ശിഷ്യന്മാരെ കൊണ്ട് നടന്ന് അവർക്ക് പല പ്രാവശ്യമായി പ്രത്യക്ഷപ്പെട്ട് ദൈവിക കാര്യങ്ങൾ അവരെ ഉറപ്പിച്ച് അവരെ, സ്തോത്രം, ഹല്ലേലൂയ, അമലയിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അന്നേരമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതന്റെ ശബ്ദം, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളെ വിട്ടുപോയ സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. ഈ മർമ്മം ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? സൂത്രത്തിൽ രക്ഷപ്പെടാമെന്ന് പറയുന്ന ഈ മർമ്മങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, സൂത്രത്തിൽ ആരും രക്ഷപ്പെടത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓരോരുത്തൻ തങ്ങളുടെ പാപ വഴികൾ വിടണം. അവര് ചെയ്യുന്ന ജോലി പോലും വക്രതയും ചതുവും വെട്ടിപ്പും ഉള്ളതാണെങ്കിൽ
അത് ഉപേക്ഷിക്കണം. അവര് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കള്ളും കഞ്ചാവും ഒക്കെ വിറ്റിട്ട് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. അതുകൊണ്ട് അതിൽ നിന്നൊരു മാനസാന്തരപ്പെട്ടിട്ട്, അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപവഴികളോട് വിട പറഞ്ഞ് ഒരു ദൈവവേദിലായി തീർന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിലിറങ്ങി കർത്താവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തെ പിൻപറ്റിയ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ അതേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, വ്യർത്ഥമായ ആചാരങ്ങൾ വിടണം, വിഗ്രഹാരാധന വിടണം, കർമ്മമാർഗങ്ങൾ ഉപേക്ഷിക്കണം. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിന്റെ പ്രവൃത്തിയാലല്ല. തിരുവചനം എങ്ങനെ പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവജയത്തില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ ആയാൽ ദൈവരാജ്യത്തിൽ പോകാൻ. അത് മാത്രമല്ല, എത്ര പെട്ടെന്ന് ആ വർഷങ്ങൾ മാറി മാറി പോകുന്നത്. നമ്മൾ പുതിയ വർഷത്തിൽ ലാസ്റ്റ് മാസത്തിലേക്ക് വരുവാ. നാളെ 2024 എന്ത് ചെയ്യുക, തീരുക. നമുക്കെല്ലാവർക്കും ഓരോ വയസ്സൂടെ കൂടുക. എത്ര നാളിങ്ങനെ കൂടും? എത്ര നാൾ കൂടും? വയസ്സ് കൂടി കൂടി. ഹല്ലേലൂയ. എനിക്കിപ്പോ ചില പത്രത്തിലെ വാർത്ത ഇതൊക്കെ കാണിക്കുമ്പം 60 വയസ്സൊക്കെ കഴിഞ്ഞ വൃദ്ധർക്കൊക്കെ പ്രത്യേക പെൻഷൻ ഏതാണ്ടൊക്കെ വരുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ. അപ്പം ഇനി 60 വയസ്സ് കഴിഞ്ഞവരെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊന്നുകളയുമെന്നും പേടിയാ. കാരണം പെൻഷൻ കൊടുക്കാനും ഇതുമൊക്കെ വല്ലതും നടക്കുമെന്ന്. കാരണം സർക്കാരിൽ ഇത്രയും നാൾ ജോലി ചെയ്ത, നല്ലപോലെ ജോലി ചെയ്തവർക്ക് കുഴപ്പമില്ല. സർക്കാരിൽ ജോലി ചെയ്ത് കൈക്കൂലിയും മേടിച്ച് എല്ലാം മേടിച്ച് കഴിഞ്ഞേച്ച് അവന് പിന്നെ ഒരു 90 വർഷം വരെ ജീവിക്കുവാണെങ്കിൽ എത്ര വർഷമായി ഇനി അവന് പിന്നെയും ചെലവിന് കൊടുക്കേണ്ടി വരും. ജീവിച്ചിരുന്നപ്പോ തന്നെ മേടിക്കാവുന്നതെല്ലാം മേടിച്ചു. പൂക്കൂര ചെയ്യുന്നതിന് മേടിച്ചു, തരം മാറ്റുന്നതിന് മേടിച്ചു, പേര് കൂട്ടുന്നതിന് മേടിച്ചു. ഇതെല്ലാം മേടിച്ച് ജീവൻ പെൻഷനായി കഴിഞ്ഞിട്ടും അവനും സർക്കാർ നമ്മൾ കൊടുക്കുന്ന ടാക്സും കൊടുത്തിട്ട് അവന് ഇനി 35 വർഷം കൂടെ അവന് ചെലവിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തെ സിസ്റ്റം മാറണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എല്ലാവരും കൂടെ NGO-കാരെല്ലാം ഇവിടെ എന്നെ കല്ലെറി. വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതും അതിന്റെ പലിശയും കൂടെ കിട്ടി സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് പിടിച്ചിരിക്കുന്ന പൈസ അവർക്ക് കുറേശ്ശെ കൊടുക്കും. അല്ലാതെ ആജീവനാന്തം നമ്മളും ഒക്കെ ഇപ്പൊ ആളുകൾ പറഞ്ഞത് ശരിയാ. ഒരു രാജ്യം ഒരു പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാളും കിളച്ചതും കണ്ടത്തിൽ കൃഷി ചെയ്തതും അധ്വാനിച്ചതും റബ്ബർ വെട്ടി ഇതെല്ലാം സർക്കാരിന് പ്രയോജനപ്പെടുക. എന്നിട്ട് നമുക്ക് പെൻഷനില്ല. കൈക്കൂലി മേടിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കാൻ, കൈക്കൂലി മേടിക്കാത്ത നല്ല ജോലിക്കാരുണ്ട്. നമ്മുടെ അധ്യാപകർക്കൊക്കെ എത്ര ശമ്പളം? അവരുടെ ജോലി സമയം നോക്കുക. എന്നിട്ട് കൊടി പിടിക്കുക. രാവിലെ 10 മുതൽ 1 മണി വരെ. അതിനകത്ത് എത്ര ഇന്റർവെല്ലുണ്ട്, പിന്നെ എത്രയുണ്ട്, പിന്നെ ഇടയ്ക്ക് ചില പീരീഡ് ഫ്രീ ഉണ്ട്. അതിനുശേഷം 2 മണി കഴിഞ്ഞ് 4 മണി 3 ആകുമ്പോഴെല്ലാം തീരും. അപ്പൊ കണക്കൊന്ന് കൂട്ടി നോക്കണം എത്ര മണിക്കൂർ ജോലി ചെയ്ത്. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ വിഷയമല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ ഗതി സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോയെന്നുള്ളൊരു. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ കർത്താവിനെ അംഗീകരിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.